നമ്മൾ കടകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ UPI പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ഇതുപോലൊരു അനൗൺസ്മെന്റ് കേൾക്കാറില്ലേ? ₹1,500 received on PhonePe. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും, അതും ഫ്രീ ആയിട്ട്. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ UPI പേയ്മെന്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ അനൗൺസ്മെന്റ് അടിച്ചിട്ട് നിങ്ങളെ അറിയിക്കും. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ എഗ്രി എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അവിടെ ഏറ്റവും മുകളിൽ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ ഇവിടെ ടിക്ക് മാർക്ക് ഓൾറെഡി ഉണ്ടാകും. അതിനുശേഷം ഇതിൽ നിന്നും നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. താഴെ നിങ്ങൾക്ക് ഇവിടെ പ്രഫറൻസസ് എന്ന ഭാഗം ഇടതുവശത്ത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ 2 ടിക്ക് മാർക്ക് ഓൾറെഡി ഉണ്ടാകും. താഴെ കാണുന്ന ഇൻക്രീസ് വോളിയം നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇൻക്ലൂഡ് സെൻറ്റർ നെയിമും കൂടി നിങ്ങൾക്ക് ഇവിടെ അനൗൺസ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് അനൗൺസ്മെൻറ്റ് വേണ്ടത് ആ ലാംഗ്വേജ്, ഇവിടെ മലയാളം ഉണ്ട്, എല്ലാ ലാംഗ്വേജും ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ മലയാളം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ Paytm, ഫോൺപേ, ഗൂഗിൾ പേ, ഭീം UPI അതൊക്കെ ഓൾറെഡി ടിക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റിനും കൂടി അനൗൺസ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ പേയിലുള്ള നിങ്ങളുടെ സുഹൃത്തിൽ നിന്നും ₹1 ഇതിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിവിടെ മറ്റൊരു മൊബൈൽ എടുത്തിട്ടുണ്ട്. അതിൽ ₹1 സെറ്റ് ചെയ്തിട്ട് പിൻ നമ്പർ കൂടി കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ നമുക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടോ നോക്കാം. ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. അനൗൺസ്മെന്റ് കൃത്യമായിട്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് പേയ്മെന്റ് റിസീവ് ആയി കഴിഞ്ഞാലും ഇതുപോലെ നിങ്ങൾക്ക് അനൗൺസ്മെന്റ് കേൾക്കും. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് ഒരു സെറ്റിംഗ്സും കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ആപ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് ആപ്പ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി യൂസേജ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓൾവേസ് ആസ്ക് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അതിൽ നിന്ന് മാറ്റിയിട്ട് ഡോണ്ട് ഒപ്റ്റിമൈസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അനൗൺസ്മെൻറ്റ് പിന്നെ കേൾക്കാതെയാകും. അതുകൊണ്ടാണ് ഈ ഒരു പെർമിഷൻ നമ്മൾ ഡോണ്ട് അലോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇത് പ്ലേ സ്റ്റോറിൽ തന്നെ ഉള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചില മൊബൈലിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റിസ്ക് എന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമായി എടുക്കുകയേ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.